സ്വകാര്യ വ്യക്തി വഴി അടച്ചുകെട്ടിയതിനാൽ ജനജീവിതം ദുസ്സഹമാകുന്നു. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ പൊതുവഴിയാണ് സ്വകാര്യ വ്യക്തി അടച്ചുപൂട്ടിയത്. ഇതുമൂലം ഇവിടുത്തുകാർക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ചെയ്യാനും വഴി അടച്ചുകെട്ടിയ വ്യക്തി ശ്രമിച്ചു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് മുണ്ടേപ്പുറം. ഇവിടത്തുകാർക്ക് കുടിവെള്ളം ലഭിക്കുന്ന തോട്ടിലേക്കും കൃഷിസ്ഥലത്തേക്കും പോകുന്ന വഴിയാണ് സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടിയത്. ഇതുമൂലം ഇവിടത്തുകാർക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല. വേനൽക്കാലത്ത് തോട്ടിൽ നിന്ന് വരുന്ന നീരുറവയാണ് ഇവിടത്തുകാർ ഉപയോഗിക്കുന്നത്. തോട് അടച്ചുകെട്ടിയതിനാൽ ജലവിതരണ സംവിധാനം മുടങ്ങിയിരിക്കുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് ജനങ്ങൾ ഇപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നത്. സ്ഥലം ഈ കാണാവുന്ന സ്ഥലം ഞങ്ങൾ മൊത്തം കൊടുത്തതാണ്. അപ്പുറത്തുനിന്ന് ഞങ്ങൾ സ്ഥലം കൊടുത്തു, ഇപ്പുറത്തുനിന്നും സ്ഥലം കൊടുത്തു, താഴേന്നും സ്ഥലം കൊടുത്തു. പക്ഷെ ഞങ്ങൾ കൊടുത്തത് ഇവർ പറയല. ഞങ്ങൾക്ക് അതിനാണ് അവർ ഞങ്ങളോട് വാ വിളിച്ചാൽ ഞങ്ങളുടെ ഓസ് വെട്ടി. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞത്, എൻ്റെ കെട്ടിയവനോട് പറഞ്ഞത്, അവർ വെട്ടിക്കോട്ടെ, നമുക്ക് കർത്താവ് തരും, കർത്താവിൻ്റെ കയ്യിലാണ് തീർന്നിട്ടില്ലെന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞു. ഇവക്കൊരാരോഗ്യം ഇവള് തന്നെയാണ് ഈ വെള്ളം ചുമന്നുകൊണ്ട് വന്ന് ഓസ് ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇവർ പറഞ്ഞത് പൈപ്പിൽ നിന്ന് വെള്ളം ചോക്കാൻ, അങ്ങനെയാണ് പറഞ്ഞത്. പോലീസുകാരും പറയണത് ഇവരവിടെ ചെന്ന് പോലീസുകാർ ഇവരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു, ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. ഇവിടത്തുകാരുടെ കൃഷിയിടങ്ങളിലേക്കുള്ള വഴിയും ഇതിലൂടെയാണ്. എന്നാൽ സ്വകാര്യ വ്യക്തി ഈ സ്ഥലത്തിലേക്ക് കയറ്റുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ 10-40 വർഷമായി ഇതിൽ കയറി നടക്കാനും ഈ വെള്ളം എടുക്കാനും തുടങ്ങിയിട്ട്. ഞങ്ങൾ മുകളിൽ സ്ഥലമുണ്ട്, പിന്നെ ഈ വെള്ളമാണ് ഞങ്ങൾ കുടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ ഈ നിസാരം ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷമാണ് ഇവരിപ്പോൾ ഈ പണി ചെയ്തേക്കുന്നത്. ഈ വീട്ടുകാർ മാത്രമായിട്ട് ഇങ്ങനെ അടച്ചു കെട്ടി മറ്റുള്ള ആളുകൾക്ക് സ്ഥലത്തേക്കും കയറി പോകാൻ പറ്റാനുള്ള, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുടിവെള്ളം എടുക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത്. ഞങ്ങൾ അയ്യമ്പുഴ പോലീസിൽ പരാതി കൊടുത്തു. ഞങ്ങൾക്ക് അതിനൊരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ ഇവരൊക്കെ വിളിപ്പിച്ചിട്ട് ഇവരെന്ത് ചെയ്ത് അംഗീകരിക്കണമില്ല. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് ഇത് പണി നിർത്താൻ പറഞ്ഞിട്ട്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. വഴിക്കും കുടിവെള്ളത്തിനുമുള്ള സൗകര്യമൊരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കാവുങ്ങ പറഞ്ഞു. അവിടെ വർഷങ്ങളായിട്ട് ആ തോട്ടിൽ നിന്ന് കുടിവെള്ളം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനുശേഷം ഇവർക്ക് ആ ഭൂമിക്ക് എന്തോ പട്ടയം കിട്ടിയെന്ന് അവർ പറയുന്നത്. താലൂക്ക് സർവേയിൽ നടന്ന അവരുടെയാണെന്ന് പറഞ്ഞാൽ അവർ അടച്ചു കെട്ടി. ആ തോടും നമ്മൾ പറയുന്ന അതിൽ നടക്കാനുള്ളൊരു സൗകര്യം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം അവിടെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിൽ അവർ പരാതി വെച്ച് പരാതി സ്ഥാനത്തിൽ സെക്രട്ടറിയാണല്ലോ അതിന്റെ കസ്റ്റഡിയാണ്. സെക്രട്ടറി അന്വേഷിച്ച് അവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അവർക്ക് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞു വെക്കാൻ പറഞ്ഞു. അതിന്റെ ഒരു കോപ്പി പോലീസിന് കൊടുത്ത് പോലീസ് പോയി ഇന്നലെയാണ് തടഞ്ഞിട്ട് തോന്നുന്നു. വഴിയും അവിടുന്ന് വെള്ളം കുടിക്കാനുള്ളത് എടുക്കാനുള്ള സൗകര്യം അത്ര ആവശ്യപ്പെടുന്നുള്ളൂ. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്കു നേരെ കയ്യേറ്റം ചെയ്യാൻ വഴി അടച്ചുകെട്ടിയ സ്വകാര്യ വ്യക്തി ശ്രമിക്കുകയുണ്ടായി. പ്രശ്നങ്ങൾക്ക് ഉടൻ അധികൃതർ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ജനങ്ങൾക്ക് കുടിവെള്ളം പോലും നിഷേധിക്കുകയാണ് വഴി അടച്ചുകെട്ടിയവർ. അധികൃതർ സത്വര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വൻ പ്രക്ഷോഭങ്ങളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്.